Assalamu alaikum and welcome back to my channel. ഇത് നമ്മൾ ബ്രെഡ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡ് പോള റെഡിയാക്കാനായിട്ട് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിലേക്കുള്ള മസാല റെഡിയാക്കാണ്. അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിപ്പോൾ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വഴറ്റുമ്പോൾ അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ വലിയ സൈസിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സവാള ഒന്ന് വാടി വരുമ്പം നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 3 നന്നായി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. കുരുമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഷ്രെഡഡ് ചിക്കൻ ചേർക്കാം. ഇത് നമ്മൾ മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് ഫൈനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ബ്രെഡ് പോളയ്ക്കായിട്ട് നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് ഫുൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് ഇതുപോലെ ക്യൂബ്സ് ആക്കി മുറിച്ചെടുക്കുക. അതുപോലെ കുറച്ച് ബ്രെഡ് സ്ട്രിപ്സ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇനിയിപ്പോൾ ബ്രെഡ് ഡിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് മുട്ടയും അതുപോലെ പാലുമാണ് ആവശ്യം. അപ്പം നമ്മളിവിടെ മൊത്തം 7 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം താഴ്ഭാഗം വെക്കാനുള്ള ബ്രെഡ് ഡിപ്പ് ചെയ്യാനായിട്ട് 4 മുട്ടയാണ് എടുത്തത്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ഡിപ്പ് ചെയ്യാനായിട്ടുള്ള മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പോളയ്ക്കുള്ള പാൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പാന് ജസ്റ്റ് ഒന്ന് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ പാൻ മാത്രം വെച്ചിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി നമുക്ക് പാന് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഈ പാനിലേക്ക് ഇതുപോലെ ബ്രെഡ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഗ്യാപ്പ് ഇല്ലാതെ വെച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്ട്രിപ്സും അതുപോലെ ക്യൂബ്സും ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പം ഗ്യാപ്പ് ഇല്ലാതെ നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പാനിൻ്റെ എഡ്ജസൊക്കെ നേരെ കവർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഫില്ലിങ് അതിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അതിനാണ് നേരെ എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യാനായിട്ട് പറയുന്നത്.
അപ്പോൾ ഇതാ പാനിൻ്റെ അടിവശം ഇങ്ങനെ ഫുള്ള് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക, ഒന്ന് അമർത്തി കൊടുക്കുക, ഒന്ന് നേരെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുൾ ഫില്ലിങ് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേൽഭാഗം ഇതുപോലെ ബ്രെഡ് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കവർ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഫുൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്ന അത്രയും നിങ്ങൾ ഫുൾ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മേൽഭാഗം ഫില്ല് ചെയ്യുമ്പോൾ കേട്ടോ, മേൽഭാഗം കവർ ചെയ്യുമ്പം നിങ്ങൾ ഇങ്ങനെ ഫുൾ ബ്രെഡ് എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ വീണ്ടും ഒരു മുട്ടയും കൂടെ ചേർത്തു കേട്ടോ ഇതിലേക്ക്. അത് നമ്മൾ കാണിച്ചില്ല, ഒരു മുട്ടയും കൂടെ നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്ത് അതുപോലെ തന്നെയാണ് മുട്ട നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മുട്ടയും അതുപോലെ പാലുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ എഗ്ഗിൽ ഇതുപോലെ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നേരെ വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് മറിച്ചിടൊക്കെ ചെയ്യുമ്പം അതിനുള്ളിൽ നിന്ന് ഫില്ലിങ് പുറത്തോട്ട് വരും. നമ്മളിത് ഫുള്ളി കവർ ചെയ്തു. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ നമ്മൾ വീണ്ടും കുഞ്ഞു ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്, സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് അടിവശം കുക്കായിട്ടുണ്ട്. നമ്മളിത് മറിച്ചിട്ടത് വേറൊരു പാൻ വെച്ചിട്ടാണ് ഇത് മറിച്ചിട്ടത്. ആദ്യത്തെ പാനിൻ്റെ മുകളിൽ വേറൊരു പാൻ വെച്ചിട്ട് അത് ഡയറക്റ്റ് ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സൈഡിലൂടെ നമ്മൾ ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കാണിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ചിക്കൻ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നിങ്ങളിതിൽ എഗ്ഗ് നന്നായിട്ട് ആഡ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാതെ നന്നായിട്ട് ബ്രെഡ് എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടോ, ഉള്ളൊക്കെ ഫുള്ളി കുക്ക്ഡ് ആയിട്ടുണ്ട്. ഫില്ലിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള ബ്രെഡ് പോള. നമ്മളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം, അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസിനായിട്ട് നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും ബൈ.